ഹലോ ഹായ് നമസ്കാരം. അറബി കിച്ചന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മുസ്തഫ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സമൂസയാണ്. അപ്പോൾ സമൂസ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീടുകളിൽ ഉണ്ടാക്കാം എന്ന് നോക്കാം. എല്ലാവരും സമൂസ ഉണ്ടാക്കുന്നവരാണ്, എല്ലാവർക്കും സമൂസ ഉണ്ടാക്കാൻ അറിയാം. ഒരുപക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലീഫ് വാങ്ങിച്ച് സമൂസ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അകത്തേക്ക് എണ്ണ വളരെ പെട്ടെന്ന് കയറുകയും അതുപോലെ തന്നെ അതിൻ്റെ ക്രിസ്പി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാം എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സമൂസ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു 100 ഗ്രാമോ 200 ഗ്രാമോ ഒക്കെ മതിയാകും. ആ ബീഫിനെ ഞാൻ വളരെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിൻസ്ഡ് ബീഫ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിൽ തീരെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പാടില്ല കേട്ടോ. അത് നമുക്കൊന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് 2 കിലോ ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെയാണ് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആ ബീഫിൻ്റെ അത്രയ്ക്കും നമുക്ക് സമൂസയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കൊള്ളാവുന്ന പോലെ വളരെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് ഏകദേശം ഒരു പകുതി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം വറ്റിക്കുകയല്ല കേട്ടോ, ഇതിൻ്റെ വെള്ളം നമ്മൾ ഊറ്റിക്കളയുകയാണ്. ഇപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തീ ഞാൻ ഓഫാക്കിയതാണ്. ജസ്റ്റ് ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാം. ആ വെള്ളം ഒഴിവാക്കി നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രം എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട കേട്ടോ, ഒരുപാട് വെന്ത് പോകണ്ട. നമുക്കത് കയ്യിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ ഇങ്ങനെ ഒന്ന് പൊട്ടിപ്പോരുന്ന ഒരു പരുവം മതി. അപ്പോൾ ആ സമൂസയ്ക്കകത്ത് അത് കടിക്കാനൊക്കെ കിട്ടും. ആ ബീഫും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ കടിക്കാൻ കിട്ടും. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം. അപ്പോൾ സമൂസ ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 400 ഗ്രാം നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എരിവ് ചേർക്കുക കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ ഏകദേശം ഒരു 1.5 കിലോളം സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കിലോ ബീഫ്, 2 കിലോ ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഒരു 1.5 കിലോ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വളരെ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ, വെളിച്ചെണ്ണ എന്താണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് പിന്നെ സവാള വഴറ്റണമെങ്കിൽ അങ്ങനെ വഴറ്റാം. ഞാനിത് ഇങ്ങനെയാണ് സാധാരണ ചെയ്യൽ, അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ കാണിക്കുന്നത്. എണ്ണ കഴിവതും ചൂടാക്കാതിരിക്കുക. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ കിടന്നിട്ട് തന്നെ ചൂടായി വരും. നമ്മളത് തനിച്ച് ഒഴിച്ചിട്ട് ചൂടാക്കണ്ട എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് വാടണം കേട്ടോ, അതിൻ്റെ പച്ച ആ സ്മെല്ലൊക്കെ പോകണം ഉള്ളിയുടെ. അപ്പോൾ നന്നായിട്ട് വഴന്നോട്ടെ ഉള്ളി. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ എത്ര ബീഫ് ഒരു കുറച്ച് ഒക്കെ മതിയാകും. ഒരു 200 ഗ്രാമോ 100 ഗ്രാമോ ഒക്കെ മതിയാകും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു അളവിന് ഒരു പൊട്ടാറ്റോ, 2 ഉള്ളി, അല്പം പച്ചമുളകൊക്കെ എടുത്ത് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു 4 മണിക്കൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് വഴറ്റുക. ഇപ്പോൾ ഇതാണ് അതിൻ്റെ മസാല. ഇനി നമുക്കതിലേക്ക് ഇറച്ചി, നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഓരോ ഇറച്ചി വേവിക്കുമ്പോൾ ഉപ്പിട്ടു, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൽ ഉപ്പിടുന്നുണ്ട്, ഉള്ളിയിൽ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പുകൾ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ബീഫിനെ അതിൽ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ആ മുളകൊക്കെ അതിൽ പിടിക്കണം. അപ്പോൾ ഉപ്പ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിടണം. ഞാൻ ഇത് കുറവായതുകൊണ്ടാണ് കുറച്ചുകൂടി ഇട്ടത്. അപ്പോൾ ഉപ്പ് വളരെ ശ്രദ്ധിച്ചിടുക. ഇനി നമുക്ക് അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, നമ്മളിത് ഊറ്റി വെച്ചതാണ്, വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. നന്നായി വെള്ളം പോയ ശേഷം നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീയൊക്കെ ഓഫ് ചെയ്യട്ടെ. ഇനി തീയൊന്നും വേണ്ട. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ബീഫും പച്ചമുളകും ഉള്ളിയും ആ മിക്സൊക്കെ കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സമൂസയുടെ മിക്സ്. ഇതിനി ചൂടാറിയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടപ്രകാരം മസാല ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ ചേർത്തിട്ട് നന്നാക്കി ഉണ്ടാക്കണമെങ്കിൽ മസാലയും ചിക്കൻ മസാലയോ ബീഫ് മസാല ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിനകത്ത് കൂടുതൽ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മസാലയാണെന്ന് മാത്രം. ഇനി ഞാനിവിടെ അതിൻ്റെ പശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സമൂസ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം മൈദ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. അത് ഒരുപാട് അങ്ങ് കട്ടിയായി പോകാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. അപ്പോൾ അത് ഒരു മീഡിയത്തിൽ ഒന്ന് കലക്കിയെടുക്കുക. ഇനിയാണ് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സമൂസയുടെ പട്ടയാണ്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പട്ട നമ്മൾ രണ്ടാക്കിയിട്ട് മുറിക്കുകയാണ്. ഒരു പട്ട നമ്മൾ രണ്ടാക്കിയിട്ട് മുറിച്ചു, 2 കഷ്ണമാക്കി എടുത്തു. അപ്പോൾ അതിൻ്റെ അര ഭാഗം മാത്രമേ നമുക്ക് വേണ്ടൂ. ഇനി നമ്മൾ ഒരു പട്ട ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ തരാം, അത് ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് എടുക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിത് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് വരുന്നതാണെങ്കിൽ തന്നെ ഒരു 2 മണിക്കൂർ മുന്നേ തന്നെ എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ഐസ് ഒന്ന് പോകണം, അതിൻ്റെ തണുപ്പ് വിട്ട് അതിൻ്റെ ശേഷം ഉണ്ടാക്കുക. ഇനി ഇതാ നോക്കിയാൽ ഒരു പട്ടയുടെ മുകളിൽ ഒരു ഹാഫ് പട്ട വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറക്കാം. ഒരുപാട് ഫില്ലിങ് അങ്ങ് കൊണ്ടുപോയിടരുത് കേട്ടോ, കാരണം ഈ പട്ട പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് അതിൻ്റെ മൂല നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒട്ടിക്കണം. ഒരു അല്പം ഒന്ന് വലിച്ചൊട്ടിക്കുക, അപ്പോൾ അത് അതിൻ്റെ മൂല കറക്റ്റായിട്ട് വരും. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ കാണാം. ഒരു പട്ട എടുത്തു, അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണ് കേട്ടോ, ഉൾഭാഗത്ത്, അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചു. ഇനി നമ്മൾ അതിനെ ഒരു കോണ് പോലെ മടക്കുക. എന്നിട്ട് നമ്മുടെ ഇതായി ഈ കപ്പലിൻ്റെയൊക്കെ പൊതിയുന്ന പോലെ തന്നെ നമ്മളൊരു കോണ് പോലെ മടക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വേവണം കേട്ടോ. കൂടുതൽ വേവാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നിങ്ങൾ വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പട്ടൊക്കെ പൊട്ടിപ്പോവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സമൂസ ചുറ്റുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ മൂല ഭാഗങ്ങൾ, അതിൻ്റെ കോൺ ഭാഗങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, എണ്ണ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ കൊണ്ടുപോയി ഒഴിക്കരുത് കേട്ടോ. വളരെ കുറച്ച് എണ്ണയിൽ അത് മസാല ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ എണ്ണ ഉണ്ടെങ്കിലും സമൂസയുടെ അതിൻ്റെ ആ ക്രിസ്പി നമുക്ക് കിട്ടില്ല. ഇതിപ്പോൾ ഈ 2 പട്ട നമുക്കിത് ഈ 1.5 പട്ട വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഒരു പട്ടയും അതേപോലെ തന്നെ ഒരു അര പട്ടയും കൂടിയിട്ട് അതിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് തണുത്ത് പോവില്ല. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലും കുറച്ച് സമയം ഇരിക്കും. അതുപോലെ തന്നെ ഈ റെഡിമെയ്ഡ് പട്ട വാങ്ങിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, അത് എന്താണെങ്കിലും നമ്മൾ ഒരു പട്ട വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എണ്ണ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ പട്ട കുറച്ച് വേവ് കുറവുള്ള പട്ടയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ട നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഇത് കൂടുതൽ വേവുന്നില്ല. ഇതൊരു പച്ച മാവ് പോലത്തെ പട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കും വേണം. നമ്മൾ കൂടുതലാകുമ്പോൾ ബലം പിടിക്കുമ്പോൾ എന്താ പറയുക, പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അത് ചിറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സമൂസൊക്കെ ചിറ്റി എടുത്തിട്ടുണ്ട്. നമുക്കത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണ നമ്മൾ എപ്പോഴും വറക്കുമ്പോൾ നല്ല ചൂടായിരിക്കണം. അതുപോലെ തന്നെ സമൂസ മുങ്ങിക്കിടക്കാനുള്ള എണ്ണയും വേണം. ഒരു മീഡിയം ചൂടിനേക്കാളും കുറച്ച് കൂടുതൽ ചൂടായിരിക്കണം കേട്ടോ എണ്ണ. എണ്ണയുടെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സമൂസക്കകത്തേക്ക് എണ്ണ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. എണ്ണ എപ്പോഴും നന്നായി ചൂടായതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ സമൂസ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഓരോന്നായിട്ട് ഇടാൻ നിൽക്കരുത്. നമ്മളൊരു പാത്രത്തിൽ മൊത്തമായിട്ട് ഇട്ടിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ സമൂസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. സമൂസയുടെ കറക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സമൂസൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇനി കുറച്ചുകൂടി എനിക്ക് പൊരിച്ചെടുക്കാണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം ഒന്ന് പൊരിച്ചെടുക്കട്ടെ. പിന്നെ ഞാൻ ഈ ഫില്ലിങ് ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നിറയ്ക്കാൻ, ചിക്കനോ വെജിറ്റബിളോ അതുപോലെ തന്നെ എന്ത് ഫില്ലിങ് വേണമെങ്കിലും നിറയ്ക്കാം. അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് ഇരിക്കണം കേട്ടോ. ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ഫില്ലിങ് നിറയ്ക്കാൻ നോക്കുക. അതല്ലെങ്കിൽ സമൂസയുടെ ഈ
ലീഫ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സമൂസ ഇതേപോലെ ചിറ്റിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിലോ പ്ലാസ്റ്റിക്കിലോ ആക്കിയിട്ട് നമ്മൾ കാറ്റ് കടക്കാതെ നന്നായി അടച്ചു വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം 1 മാസത്തോളമൊക്കെ നമുക്ക് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് തണുപ്പ് മാറിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ അമർത്തി വെക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ മുസ്തഫ.